CPMന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രം പ്രഖ്യാപിച്ചു. വർഗീയതയാണ് ആ തന്ത്രം. പച്ചയായ വർഗീയത പറയുക, മുസ്ലിങ്ങളെ ഇകഴ്ത്തിക്കാട്ടുക. ഇവിടെ മുസ്ലിങ്ങൾക്ക് ആക്രമണം നടത്താനുള്ള ലൈസൻസാണ് UDFന്റെ ഭരണം എന്ന തട്ടിപ്പ് പ്രചരണ തന്ത്രം ഉപയോഗിക്കുക. ഇതാണ് പിണറായി വിജയന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ തന്ത്രം. അതായത് നരേന്ദ്രമോദി കേന്ദ്രത്തിൽ പയറ്റി വിജയിപ്പിച്ച അതേ തന്ത്രം. അതിന്റെ ചെയർമാൻ വെള്ളാപ്പള്ളി നടേശനും കൺവീനർ പിണറായി വിജയനുമാണ്. വെള്ളാപ്പള്ളി ഈ പണി തുടങ്ങിയിട്ട് മാസങ്ങളായി. എന്നാൽ മുഖ്യമന്ത്രി കുറച്ച് ദിവസമായിട്ട് വിഷം ചീറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളാപ്പള്ളിയെ വിവരമില്ലാത്തത് എന്നൊക്കെ വിളിക്കുന്നത് കൊണ്ട് ആ ലേബലിൽ പലരും വെറുതെ വിട്ടു. എന്നാൽ മുഖ്യമന്ത്രിയല്ലേ പിണറായി വിജയൻ, അദ്ദേഹം ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്നാണ് കേരളം ചോദിക്കുന്നത്. അതുകൊണ്ട് അതിൽ 8ന്റെ പണിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതായത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിച്ച കേരള മുസ്ലിം ജമാഅത്തിന്റെ കേരള യാത്രയുടെ തിരുവനന്തപുരത്തെ സമാപന വേദിയിൽ മുഖ്യമന്ത്രി നടത്തിയ വർഗീയ പ്രസംഗത്തോട് സംഘടനാ നേതൃത്വത്തിൽ കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സംഘടനയും പ്രവർത്തകരും മറക്കാൻ ശ്രമിക്കുന്ന സംഘർഷങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി ഇവിടെ ഭിന്നിപ്പിന് ശ്രമിച്ചുവെന്നാണ് അവർ വിലയിരുത്തി കഴിഞ്ഞത്. അതായത് ഭൂരിഭാഗത്തിന്റെയും ആഗ്രഹപ്രകാരം APEK വിഭാഗങ്ങൾ സമവായത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്ന ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഈ അധിക പ്രസംഗം വേണ്ടിയിരുന്നില്ല എന്നാണ് ഇന്നലെ അവർ പൊട്ടിത്തെറിച്ചത്. മാധ്യമങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ ഈ കുത്തിത്തിരിപ്പിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അതായത് APEK സംഘർഷങ്ങളുടെ ഭാഗമായി നടന്ന കൊലപാതകങ്ങളാണ് മുഖ്യമന്ത്രി ഓരോന്നോരോന്നായി പരാമർശിച്ച് പൊതുസമ്മേളനത്തിലെത്തിയ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നത്. അവരെ അത് വളരെയധികം വേദനിപ്പിച്ചു. താനൂർ, ആമക്കാട്, ഇളങ്കൂർ, മണ്ണാർക്കാട് തുടങ്ങിയ ഇടങ്ങളിലെ കൊലപാതകങ്ങൾ മുഖ്യമന്ത്രി പേരെടുത്ത് തന്നെ പരാമർശിച്ചു. APEK സംഘർഷങ്ങളുടെ ഭാഗമായി നടന്ന ഈ കൊലപാതകങ്ങൾ മുസ്ലിം ലീഗും AP വിഭാഗവും തമ്മിൽ വലിയ അകൽച്ചയ്ക്കും വൈര്യത്തിനും കാരണമായിരുന്നു. EK വിഭാഗത്തിന് സ്വാധീനമുള്ള മുസ്ലിം ലീഗിനെതിരെ എപ്പോഴും ശക്തമായ നിലപാടെടുക്കാൻ AP വിഭാഗത്തെ പ്രേരിപ്പിച്ചത് ഈ സംഭവങ്ങളായിരുന്നു. എന്നാൽ സമീപകാലത്തായി EK വിഭാഗവുമായും മുസ്ലിം ലീഗുമായും കാന്തപുരം ഗ്രൂപ്പ് നല്ല ബന്ധത്തിലാണ് ഉണ്ടായിരുന്നത്. അത് മനഃപൂർവ്വം തകർക്കാൻ വേണ്ടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്നാണ് മനസ്സിലായിരിക്കുന്നത്. EK വിഭാഗത്തിന്റെ അനിഷ്ടം പോലും നോക്കാതെ AP വിഭാഗവുമായി മുസ്ലിം ലീഗ് ആശയവിനിമയം നടത്തുകയും പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരള യാത്രയ്ക്ക് പലയിടത്തും മുസ്ലിം ലീഗ് പ്രവർത്തകർ അഭിവാദ്യം അർപ്പിക്കാനും ഒക്കെ എത്തിയത് നമ്മൾ കണ്ടു. EK വിഭാഗവുമായി കാന്തപുരം വിഭാഗം നല്ല ബന്ധമുണ്ടാക്കിയെന്ന് മാത്രമല്ല, നേതാക്കളുടെ പരസ്പര സന്ദർശനങ്ങളും ഇപ്പോൾ പതിവായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ കേരള യാത്രക്കിടെ സുന്നി ഐക്യത്തെക്കുറിച്ച് ഖലീൽ തങ്ങൾ അടക്കമുള്ളവർ വാചാലമായാണ് സംസാരിച്ചത്. 10ലധികം തവണ സുന്നി ഐക്യ ചർച്ചകളും നടന്നു എന്നാണ് പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് പഴയ സംഘർഷങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മണിക്കൂറോളം പ്രസംഗിച്ചത്. ഇത് പ്രവർത്തകരുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. അവരെ മുഖ്യമന്ത്രിക്കെതിരെ തിരിയാനും പ്രേരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അനുചിതമായ ഒരു ഭിന്നിപ്പിന്റെ ഭാഷയിലാണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചത് എന്ന് പ്രമുഖ കാന്തപുരം വിഭാഗ നേതാക്കൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് മാറാട് കലാപം വീണ്ടും ചർച്ചയാക്കിയതിന് പിന്നാലെ തന്നെ APEK സംഘർഷങ്ങളും കൊലപാതകങ്ങളും ഒക്കെ വീണ്ടും ചർച്ചയാക്കാനുള്ള മുഖ്യമന്ത്രിയുടെ കരുതിക്കൂട്ടിയുള്ള ശ്രമം അത് കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്നാണ് സംഘടനയുടെ നേതാക്കളെല്ലാം വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് സദസ്സിൽ നിന്ന് പിന്തുണ കിട്ടിയില്ല എന്നത് അവരുടെ പ്രവർത്തകരുടെ നിലപാടുകൾ മാറിയതിൻ്റെ ഏറ്റവും വലിയ തെളിവായി നേതൃത്വം മാത്രമല്ല CPM തന്നെ കണക്കാക്കി തുടങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് പ്രസംഗിക്കാൻ വെറും 20 മിനിറ്റാണ് സംഘാടകർ അനുവദിച്ചത്. അത്രയ്ക്കും ജനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ 50 മിനിറ്റ് മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു, കരുതിക്കൂട്ടി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി. ഈ അധിക പ്രസംഗം ഔചിത്യമില്ലാത്ത നടപടിയാണ് എന്നാണ് സംഘടന വിലയിരുത്തിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനാണെങ്കിൽ 10 മിനിറ്റ് അനുവദിച്ചപ്പോൾ 9ാം മിനിറ്റിൽ അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചു പോയി. മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് ചൂട്ട മറുപടി പറഞ്ഞത് വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തു. ഇതോടെ പതിറ്റാണ്ടുകളായി പിണറായിയെ അകമഴിഞ്ഞ് സഹായിച്ചിരുന്ന കാന്തപുരം ഉസ്താദിന്റെ പിന്തുണയും അന്യമാകുന്നു എന്ന സൂചനയാണിപ്പോൾ പുറത്തു വരുന്നത്.